നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കുകയും വേണ്ട, ഇതുപോലെ ഇരുന്നാൽ മതി. നമ്മുടെ തലമുടിയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിക്കാനും എളുപ്പമുണ്ട്. മുടി നല്ല സമർത്ഥമായിട്ട് വളരുകയും ചെയ്യും. മുടി നല്ല കാൽക്കട്ട കളറ് പോലെ ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തേച്ചാൽ മാത്രം മതി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് കമൻറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കമൻറ്റ് ഇടാൻ കേട്ടോ. ലൈക്കും ചെയ്യണം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ ഉണ്ടാക്കി പൊടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ എടുത്തിട്ട് തലയിൽ ഇങ്ങനെ വാരി തൂത്ത് വെച്ചാൽ മതി. മുടി നല്ല പോലെ വളരുകയും ചെയ്യും, നല്ല കരിക്കട്ട കളറാവുകയും ചെയ്യും. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാവേ. വീഡിയോയിലേക്ക് പോയാലോ. ഇന്നൊരു ഹെയർ ഡൈ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ഇരുമ്പ് ചീഞ്ചട്ടി ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. എന്തെങ്കിലും ചോട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കരിഞ്ചീരകം. ഒരു 2 വലിയ സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വേറെ ഒരു സാധനം കൂടെ ചേർക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ഉലുവ, ഇത് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ കൂടേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. നല്ല പോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് നോക്കുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് എല്ലാവരും ചോദിക്കും. ഒരു കുഴപ്പമില്ല. നമ്മുടെ തലയിലെ ഫംഗസ് ബാധയൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് മഞ്ഞൾപ്പൊടി. മുടി നല്ല തഴച്ചും വളരും. അതിലേക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർക്കണം. നല്ല പോലെ ഇത് ഫ്രൈ ആക്കി എടുക്കുക. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കിടത്തി വെച്ചിട്ട് ചൂടാറിയിട്ട് വേണം അത് പൊടിച്ചെടുക്കണം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ആ പൊടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കൂട്ടാനുള്ള വെള്ളം ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് തിളച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഉണ്ടാക്കാനായിട്ട്. നല്ല പോലെ തിളച്ച് ഇച്ചിരി ഇത്ര വെള്ളം വേണ്ട, ഇച്ചിരി കുറുകിയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല പോലെ തിളക്കട്ടെ. എന്തായാലും നമ്മുടെ വറുത്ത് വെച്ചേക്കുന്നത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ച വെള്ളം നല്ലപോലെ തിളച്ചത് നല്ല കളറായിട്ടുണ്ട്. ഇത് നമുക്കിനി വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് ഈ ഇരുമ്പ് ചീഞ്ചട്ടി അങ്ങോട്ടേക്ക് തന്നെ വെക്കാം. നല്ല ചൂട് ഇപ്പോഴും ഉണ്ട് പാത്രത്തിന്. നമ്മൾ സാധനം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അതിനകത്തേക്ക് നമ്മുടെ തേയില വെള്ളം മട്ടില്ലാണ്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കും. പാത്രം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാട്ടോ. നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ള പൊടി ഇതിങ്ങനെ കൂടുതലുണ്ടാക്കിയിട്ട് നമ്മൾ കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഇപ്പോൾ തന്നെ അത് പാകമായില്ലേ നോക്ക്. നമ്മുടെ ഹെയർ ഡൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
ഇച്ചിരി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ വാരിയിട്ട് ഇങ്ങനെ തേക്കാനായിട്ട് എളുപ്പമുണ്ട്. എന്നിട്ട് നല്ല പോലെ കറുത്ത് വന്നോളൂ. ഇത് ഇരിഞ്ഞ് തീ എടുത്ത് വയ്ക്കണം. പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് നന്നായി ഇരുന്നുള്ളൂ. ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. തേച്ച് ആഴ്ചയിൽ 2 ദിവസമൊക്കെ തേക്കേണ്ടി വരും. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഡൈ തേക്കണ പോലെ അത്രയും കളർ നമ്മുടെ തലയിൽ പിടിക്കില്ല. 2 പ്രാവശ്യമൊക്കെ തേക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഏതെങ്കിലും ഒരു ഡൈ തലയിൽ തേച്ചാൽ മതി. അന്നേരം നമ്മുടെ മുടി വെളുത്ത് വരത്തില്ല, എപ്പോഴും കറുത്ത് തന്നെ ഇരുന്നോളും. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ഒന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെ ഇരിക്കുന്നത് കുഴപ്പമില്ല. കൈ കൊണ്ട് ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ തൂത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. താങ്ക് യു.